പാകിസ്ഥാൻ ബോളർ ഉസ്മാൻ താരിഖിന്റെ ബോളിംഗ് ആക്ഷൻ ലീഗലാണോ? ICCക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നാളെ നടക്കാൻ പോവാണ് കൊളംബോയിലല്ലേ. അപ്പം ഇപ്പം ഏറ്റവും വലിയ ഡിബേറ്റ് നടക്കുന്നത് നമ്മുടെ പാകിസ്ഥാന്റെ സ്പിന്നർ ഉസ്മാൻ താരിഖിന്റെ ബോളിംഗ് ആക്ഷൻ ലീഗലാണോ അല്ലയോ എന്നാണ്. അപ്പം ICC ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ 2 തവണ ബോളിംഗ് ആക്ഷൻ ക്ലിയർ ആയി ഉസ്മാൻ താരിഖിന്റെ. അപ്പം അതിന്റെ റീസൺ എന്താണ് ICC പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ നമുക്ക് ചെറിയ സ്ലിങ്ങിങ് ആയിട്ടൊക്കെ തോന്നും അല്ലെ, സൈഡ് ആം ഒക്കെ ആയിട്ട് തോന്നും അല്ലെ. അപ്പൊ 15 ഡിഗ്രി ബെൻഡിങ്ങിനുള്ളിലാണ്, അതായത് നിശ്ചയിച്ചിരിക്കുന്ന 15 ഡിഗ്രിക്കുള്ളിലാണ് പുള്ളിയുടെ ബെൻഡിങ് വരുന്നത്. പക്ഷെ അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ലോ പോയിന്റ് എവിടെ ഒളിഞ്ഞു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പോസിലാണ്. ബോളിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പിലുള്ള പോസിലാണ്. അപ്പൊ ICC പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉസ്മാൻ താരിഖ് എല്ലാ ബോളും അങ്ങനെ ആ പോസിന് ശേഷമാണ് ബോളിംഗ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു നാച്ചുറൽ ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അത് ലീഗലാണ്. ഇനി പ്രശ്നം എവിടാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ് ഇല്ലാതെ എപ്പോഴെങ്കിലും അയാൾ ബോൾ ചെയ്താൽ അതിനെ ഡിസെപ്ഷൻ ആയിട്ട് കണക്കാക്കും. അത് അപ്പം ഇല്ലീഗലാവും. ഇനി പോസ് കൂടിയാലോ? ഇപ്പോഴത്തെ ഒരു പോസ് വരുന്നത് ഒരു 1 സെക്കൻഡ് 1 സെക്കൻഡ് കുറച്ച് മില്ലി സെക്കൻഡും കൂടെ കൂട്ടിയിട്ടാണ്. ഇനി ഇതൊരു 2 സെക്കൻഡോ 3 സെക്കൻഡോ ആയി കഴിഞ്ഞാലാണ് അതിന് ഡിസെപ്ഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ബാറ്റ്സ്മാൻ ഇടപെടാം. ബാറ്റ്സ്മാന് തോന്നുകയാണ് പോസ് കൂടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാറ്റ്സ്മാന് ബോൾ ലീവ് ചെയ്തിട്ട് പ്ലേ ചെയ്യാതെ അമ്പയറിന്റെ അടുത്ത് ചെന്ന് കാര്യം പറയാം. അപ്പം പിന്നീട് ഉണ്ടാവുന്ന റിവ്യൂവില് പിന്നെ ആ പോസ് കൂടിയിട്ടുണ്ട്, ഇപ്പൊ ഒരു 2 സെക്കൻഡോ 3 സെക്കൻഡോ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഇല്ലീഗലായിട്ട് കണക്കാക്കപ്പെടും. ഇനി ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ് ആ സമയത്ത് 1 സെക്കൻഡ് 1 സെക്കൻഡ് കുറച്ച് മില്ലി സെക്കൻഡ് കൂടെ ചേർത്ത് ആ ഒരു 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 ഇതിലേ ഉള്ളൂ എങ്കിൽ ബാറ്റ്സ്മാനെതിരെ വാർണിംഗ് വരാനുള്ള സാധ്യതയുണ്ട്, ടൈം കളയുന്നതിന്. അപ്പം അതാണ് ഇവിടുത്തെ കാര്യം. അപ്പം ഉസ്മാൻ താരിഖിന്റെ ബോളിംഗ് ആക്ഷൻ ഇല്ലീഗൽ അല്ല, ലീഗൽ ആക്ഷൻ തന്നെയാണ്. അപ്പൊ അത് ഇനി ഇന്ത്യ അതെങ്ങനെ പുള്ളിക്കെതിരെയുള്ള പ്ലാന് ഇന്ത്യയുടെ എന്താണെന്ന് നാളെ കണ്ടു തന്നെ അറിയണം അല്ലെ. വേറെ കാര്യമുണ്ട്, ഇതിൽ ഈ വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളി പോയിട്ടില്ല. പണ്ട് മിസ്റ്ററി സ്പിന്നർ എന്നും പറഞ്ഞിട്ടൊരു ഒരുത്തം വന്നു, അജന്ത മിൻഡിസ് അല്ലെ. 2008 ഏഷ്യ കപ്പിലെ ഇന്ത്യയുടെ 6 വിക്കറ്റും കൊണ്ട് കപ്പും കൊണ്ടുപോയി. പിന്നീട് എന്താ സംഭവിച്ചത്? നെക്സ്റ്റ് സീരീസ് ഇന്ത്യയുടേത് ശ്രീലങ്ക വെച്ചിട്ടായിരുന്നു. നമ്മുടെ സച്ചിനും സേവാഗും ഒക്കെ അക്ഷരാർത്ഥത്തിൽ വീട്ടിൽ കയറി അവനെ തല്ലിയെട്ടിങ് പോകുന്നു അല്ലേ. അപ്പം ഇങ്ങനെ വന്ന പേര് ഇങ്ങനെ പോയി. അതാണ്, വലിയ കാര്യമൊന്നുമല്ല അല്ലേ. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് കോണ്ടന്റ്സിന് വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.